കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ അഞ്ചലിലെ നെടുമ്പുറം എന്ന ചെറിയ ഗ്രാമത്തിലാണ് രാജനും ഭാര്യ മഞ്ജുവും താമസിച്ചിരുന്നത്. രാജന് 42 വയസ്സും മഞ്ജുവിന് 38 വയസ്സുമുണ്ട്. ഇവർക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ്. രാജന് മേസ്തിരി പണിയാണ്. മഞ്ജു ആണെങ്കിൽ തൊഴിലുറപ്പിനൊക്കെ പോകും. രാജനും മഞ്ജുവിനും ഒപ്പം തന്നെയാണ് രാജൻ്റെ 70 വയസ്സായ അമ്മ തങ്കമ്മയും താമസിക്കുന്നത്. പാവപ്പെട്ട കുടുംബമാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെയാണ് ഇവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. പിന്നെ രാജൻ ആകെയുള്ള ഒരു ദുശീലം എന്തെന്നാൽ മദ്യപാനമാണ്. അത് മതിയല്ലോ ധാരാളം. രാവിലെ പണിക്ക് കയറിയാൽ വൈകുന്നേരം 5 മണിക്ക് പണി തീരും വരെ രാജൻ പെർഫെക്റ്റ് ആണ്. ആ സമയം ചെയ്യുന്ന പണിയോടുള്ള ആത്മാർത്ഥത അയാൾ കൃത്യമായിട്ട് കാണിച്ചിരിക്കും. അത് കഴിഞ്ഞ് വീടെത്തുന്നത് പിന്നെ അടിച്ചു പൂസായിട്ടാണ്. വഴിയിൽ നിന്നേ കേൾക്കാം രാജൻ്റെ ബഹളം. അയൽപക്കക്കാർക്കൊക്കെ ഈ ഒരു ശല്യം ഇയാളെ കൊണ്ട് നല്ലോണം ഉണ്ട്. അയൽവാസികളൊക്കെ നേരം വെളുക്കുമ്പോൾ പരാതിയുമായിട്ട് രാജൻ്റെ വീടിന് മുന്നിലെത്തും. നാട്ടുകാർക്ക് രാത്രി കിടന്നുറങ്ങണ്ടേ രാജ, നിന്റെ ഈ ഒടുക്കത്തെ കുടിയൊന്നു കാരണം ഞങ്ങൾക്കും ഇപ്പോൾ ഉറക്കമില്ല. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്, കുടിച്ചാൽ വയറ്റി കിടക്കണം. ഇങ്ങനെ നിരവധി താക്കീതും ശകാരങ്ങളും ഒക്കെയാണ് നാട്ടുകാരുടെ വക. അയാളും മഞ്ജുവും നിന്ന് കേൾക്കും. രാജൻ എല്ലാം കേട്ട് കഴിയുമ്പോൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് വളരെ കുറ്റബോധത്തോടെ കൈകൂപ്പി നാട്ടുകാരോട് പറഞ്ഞ് അവരെ മടക്കി അയക്കും. മഞ്ജുവിന് നന്നായിട്ടറിയാം ഇതൊക്കെ വൈകുന്നേരമാകുമ്പോൾ തെറ്റുമെന്നും. അത് തന്നെയാണ് ശരിക്കും നടക്കുന്നതും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാജൻ കുടുംബം നോക്കാൻ മിടുക്കനായിരുന്നു. ഭാര്യയും മക്കളെയും ഒരല്ലലും അറിയിക്കാതെയാണ് അയാൾ നോക്കുന്നത്. എന്നും പണിക്ക് പോയി കിട്ടുന്ന കാശ് വീട്ടിലെ സാധനങ്ങളും വീട്ടിലെ കാര്യങ്ങൾക്കും എല്ലാം മാറ്റി വച്ച ശേഷം മാത്രം മിച്ചം വരുന്നതാണ് ഇയാൾ മദ്യപിക്കാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ജുവിന് ഒരുപാടങ്ങോട്ട് രാജനോട് കടുപ്പിക്കാനും പറ്റത്തില്ല. മാത്രമല്ല 3 മക്കൾക്കും അച്ഛനെന്ന് വച്ച ജീവനാണ്. അതുപോലെ തന്നെയാണ് രാജനും മക്കളെന്ന് വെച്ചാലും. അങ്ങനെ 2018 ഓഗസ്റ്റ് മാസമായി. അതൊരു ബുധനാഴ്ചയായിരുന്നു. രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് കയ്യിലൊരു കവറുമായിട്ട് രാജൻ പണിസ്ഥലത്തേക്ക് പോവുകയാണ്. കുട്ടികൾ സ്കൂളിലും പോയി, മഞ്ജു പിന്നാലെ ജോലിക്കും പോയി. അത് വൈകുന്നേരം ഒരു 6-6:30 മണിയോടെ രാജൻ ജോലിയും കഴിഞ്ഞ് മദ്യപിച്ച് പൂസായി കൂവലും ബഹളമൊക്കെ ആയിട്ട് വീടെത്തി. അയലോക്കക്കാരൊക്കെ ഇങ്ങനെ പ്രാകാൻ തുടങ്ങി. കാലനെ കെട്ടിയെടുത്തെന്നും പറഞ്ഞു. മഞ്ജുവും തലയിൽ കൈവച്ചിങ്ങനെ നിൽക്കുകയാണ്. വീടെത്തിയ രാജൻ പതിവ് പോലെ വായി തോന്നിയതെല്ലാം വിളിച്ച് കൂവിയ ശേഷം ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ച് അവരവർ ഉറങ്ങാനും തുടങ്ങി. മക്കൾ 3 ഒരു മുറിയിൽ ഒന്നിച്ചാണ് ഉറങ്ങുന്നത്. അർദ്ധരാത്രി ആയപ്പോൾ രാജൻ്റെ 11കാരനായ മൂത്ത മകന് ഒരു മൂത്രശങ്ക. ആ കുട്ടി മൂത്രം ഒഴിക്കാനായിട്ട് പോകുന്ന നേരം അമ്മുമ്മ തങ്കമ്മയുടെ മുറിയിൽ ഒരു ചെറിയ വെട്ടവും ഞരക്കവും. വാതിലിങ്ങനെ ചാരി ഇട്ടിരിക്കുകയാണ്. ഇതെന്തെന്ന് നോക്കാനായി അവൻ പതുക്കെ ആ വാതിലിനിടയിൽ കൂടി അകത്തേക്ക് നോക്കി. ആ 11കാരൻ അവിടെ കണ്ട കാഴ്ചയിൽ കണ്ണും പൊത്തി ഓടുകയാണ്. അവൻ ആ നേരം അവൻ്റെ മുറിയിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. ആ ഇരുട്ട് മുറിയിൽ അവൻ ഒളിച്ചിരുന്നു. എന്തായിരിക്കും ആ ചെറിയ കുട്ടി ആ മുറിക്കകത്ത് കണ്ടത്? ഭയന്ന് വിറച്ച് ഇരുട്ടുമുറിയിൽ പോയിരുന്ന ആ 11കാരൻ പിന്നെ എന്താണ് ചെയ്തത്? ആരും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. മഞ്ജുവിൻ്റെയും രാജൻ്റെയും ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് രാജൻ്റെ മദ്യപാനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളൊന്നും ഇവരുമായിട്ട് വലിയ കോണ്ടാക്റ്റ് വച്ചിരുന്നില്ല. മഞ്ജുവിൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയും 2 സഹോദരിമാരും ഒരു അനിയനും ഒക്കെയാണ് ഉള്ളത്. സഹോദരിമാർ കല്യാണം കഴിഞ്ഞ് ഭർത്താവും കുട്ടികളുമായിട്ട് കഴിയുകയാണ്. പല കുടുംബ പ്രശ്നങ്ങളും മഞ്ജുവും വീട്ടുകാരും തമ്മിൽ ഉണ്ടായിരുന്നു. അത് കാരണം അമ്മയും സഹോദരിമാരും ഒന്നും ഒരു സഹകരണവും മഞ്ജുവും രാജനുമായിട്ട് പുലർത്തിയിരുന്നില്ല. പിന്നെ ഇതൊന്നും വകവയ്ക്കാതെ മഞ്ജുവുമായും രാജനുമായും നല്ല രീതിയിൽ സഹകരിച്ചിരുന്നത് മഞ്ജുവിൻ്റെ അനിയനായ അജിത്ത് മാത്രമായിരുന്നു. അജിത്തിന് 22 വയസ്സുണ്ട്. കല്യാണമൊന്നും ഇതുവരെ ആയിട്ടില്ല. അളിയനും ചേച്ചി എന്ന് വച്ച അജിത്തിന് ജീവനാണ്. രാജന് അവൻ അളിയനല്ല, സ്വന്തം അനിയൻ തന്നെയാണ്. അളിയനായ അജിത്തും രാജനൊപ്പമാണ് ജോലി ചെയ്തിരുന്നത്. അജിത്ത് വല്ലപ്പോഴും മദ്യപിക്കാറുണ്ട്. ആ സമയത്താണ് രാജനും കൂടുതൽ കുടിക്കുന്നത്. നാട്ടുകാരൊക്കെ മഞ്ജുവിനോട് പറയും, കല്യാണം പോലും കഴിക്കാത്ത ആ ചെറുക്കനെ കൂടി നിന്റെ ഭർത്താവ് ഇല്ലാതാക്കുമെന്ന്.
പക്ഷേ മഞ്ജു എത്ര ശകാരിച്ചാലും അജിത്തും രാജനും അനുസരിക്കില്ല. രണ്ടുപേരും ചേർന്ന പൂരമാണ് ആ ദിവസം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ മഞ്ജു അലാറം അടിച്ചതും ഉറക്കം എഴുന്നേൽക്കുകയാണ്. ജോലികൾ ഒരുപാടുണ്ടല്ലോ തീർക്കാൻ. ഉറക്കം എഴുന്നേറ്റ മഞ്ജു കാണുന്നത് അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ഫാനിൽ ജീവനൊടുക്കി നിൽക്കുന്ന രാജനെയാണ്. മഞ്ജുവിന് ഓർക്കാപ്പുറത്ത് ഒരു അടിയായിരുന്നു ആ കാഴ്ച. മഞ്ജുവിൻ്റെ നിലവിളി കേട്ട് നല്ല ഉറക്കത്തിലായിരുന്ന അയൽവാസികളൊക്കെ ആ വീട്ടിലേക്ക് ഓടുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോയി ഈ ഒരു കാഴ്ച കണ്ടിട്ട്. നേരമൊക്കെ വെളുത്ത് പോലീസ് സംഭവ സ്ഥലത്തെത്തി. രാജൻ്റെ കൂടെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ നിന്നിങ്ങനെ അടക്കം പറയുകയാണ്. ഇന്നലെ കൂടി നല്ല സന്തോഷത്തിലാണ് പണി കഴിഞ്ഞവൻ പിരിഞ്ഞു പോയത്. നാളെ പുതിയ സ്ഥലത്ത് പണി കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് പോയ ആള് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ? ഇത് തന്നെയാണ് മഞ്ജുവിനും പിടികിട്ടാത്തത്. പോലീസ് വന്ന് മഞ്ജുവിനോട് തലേ ദിവസത്തെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിച്ചു. മഞ്ജു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നലെയും കുടിച്ചിരുന്നു. സ്ഥിരം ഉള്ളതുപോലെ എന്തൊക്കെയോ വിളിച്ചു കൂവിയിട്ട് ഭക്ഷണവും കഴിച്ച് ഉറങ്ങാൻ കിടന്നതാ. കുറച്ച് പൈസ പണി ചെയ്തതിൻ്റെ ബാക്കി ഒരിടത്തുനിന്ന് കിട്ടാനുണ്ട്, നാളെ അത് പോയി വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏത് നേരത്തെ ബുദ്ധിയിലാണ് ഇങ്ങനെ ഇത് ചെയ്തതെന്ന് അറിയില്ല എന്നും പറഞ്ഞ് മഞ്ജു ഇങ്ങനെ മക്കളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കണ്ടു നിന്ന എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞുപോയി മഞ്ജുവിൻ്റെയും മക്കളുടെ അവസ്ഥ കണ്ടിട്ട്. അളിയനായ അജിത്താണെങ്കിൽ തൻ്റെ ഒരു പാതി പോയ അവസ്ഥയിൽ തകർന്നിങ്ങനെ നിൽക്കുകയാണ്. രാജൻ്റെ ബോഡി ഓട്ടോപ്സിയൊക്കെ കഴിഞ്ഞ് വീടെത്തിച്ചു. ഇനി മരണാനന്തര ചടങ്ങുകൾ നടത്താനുള്ള നേരമാണ്. അപ്പോഴാണ് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നത്. രാജൻ്റെ അന്തിമ കർമ്മങ്ങൾ ചെയ്യാനുള്ള മൂത്ത മകനെ അവിടെ എങ്ങും കാണാനില്ല. ബന്ധുക്കളൊക്കെ ചോദിച്ചു, അവനെവിടെ? ആർക്കും അറിയില്ല. അപ്പോഴാണ് ബന്ധുക്കൾ ആ കാഴ്ച കാണുന്നത്. ഒരു ഇരുട്ട് മുറിയിൽ പേടിച്ചരണ്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ് ആ 11 വയസ്സുള്ള കുഞ്ഞ്. എല്ലാവരും ചെന്ന് അവനെ വിളിച്ചു. അച്ഛന് അന്തിമ കർമ്മം ചെയ്യാൻ അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും നിർബന്ധിച്ചിട്ടും അച്ഛൻ്റെ ബോഡിക്കരികിൽ പോയിട്ട് ആ മുറി വിട്ട് പുറത്തിറങ്ങാൻ പോലും ആ കുട്ടി തയ്യാറാവുന്നില്ല. ഇതെന്ത് ഇവൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എല്ലാവരും തമ്മിൽ നോക്കുകയാണ്. എനിക്ക് അച്ഛനെ കാണണ്ട എന്ന് പറഞ്ഞ് പേടിച്ച് മാറി നിൽക്കുകയാണ് ആ കുഞ്ഞ്. രാജൻ്റെ മരണം നേരിട്ട് കണ്ടുള്ള ഷോക്കും ഭയവുമാണ് ആ കുട്ടിക്കെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ അവനെ ഒന്നും നിർബന്ധിക്കണ്ട എന്ന് അവനവൻ്റെ പാട്ടിന് വിടുകയാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ. ആരും അങ്ങോട്ട് ശല്യപ്പെടുത്താനും പോയില്ല. ആയാലും മൂത്ത മകൻ ഇല്ലാതെ തന്നെ രാജൻ്റെ മൃതദേഹം അടക്കം ചെയ്തു. രാജൻ മരിച്ചിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞു. രാജനില്ലാത്ത ആ വീട് ശോകമുഖമായി കിടക്കുകയാണ്. അപ്പോഴാണ് ആ നെടുമ്പുറം ഗ്രാമത്തിൽ പരക്കെ ഒരു സംസാരം. രാജൻ സ്വയം മരിച്ചതല്ല, അവനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന്. ചിലരൊക്കെ അത് പാടെ തള്ളി. കുടിച്ച് വെളിവില്ലാതെ അവൻ കയറി അല്പബുദ്ധിക്ക് ചെയ്തത് എങ്ങനെ കൊലപാതകമാകും? അല്ലെങ്കിൽ തന്നെ ആർക്കാണ് അവനെ കൊല്ലാൻ ഇത്ര പക? എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ചോദിച്ച് ചിലരൊക്കെ രാജൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട് പോലീസും ബഹളവുമാണ് അവിടെ. അതെ, രാജൻ്റെ മരണം കൊലപാതകം തന്നെയാണ്. അതിന് ദൃക്സാക്ഷിയും ഉണ്ട്. എല്ലാവരും ഞെട്ടി. ആ ദൃക്സാക്ഷിയുടെ പേരും കൂടി കേട്ടപ്പോഴാണ് ശരിക്കും നെടുമ്പുറം ഗ്രാമം സ്തംഭിച്ചു പോയത്. രാജൻ്റെ മൂത്ത മകനായ 11കാരൻ, അവനാണ് ആ സംഭവം നേരിക്കണ്ട ഏക ദൃക്സാക്ഷി. അവൻ ആ രഹസ്യം ദിവസങ്ങൾക്ക് ശേഷം പറയുന്നത് അമ്മൂമ്മയായ തങ്കമ്മയോടാണ്. അച്ഛനെ കൊല്ലുന്ന രീതിയും കൊല്ലുന്ന ആളെയും കണ്ട ആ ചെറിയ കുട്ടി പിന്നെ ഉറങ്ങിയിട്ടേയില്ല. അവൻ തങ്കമ്മയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛൻ സ്വന്തമായിട്ട് ഇത് ചെയ്തതല്ല, കൊന്നതാണ് അമ്മൂമ്മ അച്ഛനെ അവർ. തങ്കമ്മ ഞെട്ടി. ആര് കൊന്നു മോനെ? അത് അജിത്ത് മാമനും അമ്മയും ചേർന്ന് അച്ഛനെ കൊല്ലുന്നത് ഞാൻ കണ്ടു. പോലീസ് കുട്ടിയുടെ മൊഴി പ്രകാരം മഞ്ജുവിനെയും അജിത്തിനെയും അറസ്റ്റ് ചെയ്യുകയാണ്. രണ്ടുപേരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അപ്പോഴാണ് മറ്റൊരു സത്യം കൂടി പുറത്തു വരുന്നത്. അജിത്ത് മഞ്ജുവിൻ്റെ സഹോദരനല്ല എന്ന്. നടന്ന സംഭവം ഇതാണ്. മഞ്ജുവും അജിത്തും തമ്മിൽ നേരത്തെയുള്ള ബന്ധമാണ്. മഞ്ജുവിൻ്റെ അമ്മയുടെ വീടിനടുത്തുള്ള അയൽവാസിയാണ് അജിത്ത്. ഇവന് 22 വയസ്സേ ഉള്ളൂ. വീട്ടിൽ പോകുമ്പോഴുള്ള കുശലം പറച്ചിലാണ് ഇവർ തമ്മിൽ പിന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതും. ഇവൻ മഞ്ജുവിൻ്റെ അമ്മയും സഹോദരിമാരുമായിട്ടും നല്ല സഹകരണത്തിലായിരുന്നു. ആ സ്വാതന്ത്ര്യം മഞ്ജുവിനും അജിത്തിനും അനുകൂലമായി. മാത്രമല്ല, ഒരു ദിവസം ആരുമില്ലാത്ത സമയത്ത് ഈ അജിത്ത് മഞ്ജുവിൻ്റെ സഹോദരിയുടെ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു.
ആ സംഭവത്തിൽ ഇവൻ പോക്സോ കേസിൽ 65 ദിവസത്തോളം അകത്ത് കിടക്കുകയും ചെയ്തതാണ്. ആ പ്രശ്നം പറഞ്ഞ് മഞ്ജു അജിത്തിന് വേണ്ടി വീട്ടുകാരോട് ഉടക്കി. മാത്രമല്ല അജിത്തിനെ ജയിലിൽ നിന്നും ഇറക്കാൻ വേണ്ടി മഞ്ജു ശ്രമിക്കുകയും ചെയ്തു. ഇതോടെ വീട്ടുകാർ മഞ്ജുവുമായിട്ട് നല്ല രീതിയിൽ തെറ്റുകയാണ്. ഇതൊന്നും രാജൻ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. വീട്ടുകാരോട് പിണങ്ങിയതിന് മഞ്ജു മറ്റു കാരണങ്ങളാണ് രാജനോട് പറഞ്ഞിരുന്നത്. രാജൻ്റെ മദ്യപാനം കാരണം അവർ രാജനെ ആക്ഷേപിച്ചതിലാണ് താനും വീട്ടുകാരുമായി വഴക്കിട്ടതെന്നാണ് മഞ്ജു രാജനോട് പറഞ്ഞിരുന്നത്. ഭർത്താവിനെ ആക്ഷേപിച്ചത് കൊണ്ട് സ്വന്തം വീട്ടുകാരുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നൊക്കെ മഞ്ജു പറഞ്ഞപ്പോൾ രാജൻ ഇതങ്ങ് വിശ്വസിക്കുകയാണ്. അജിത്ത് മഞ്ജുവിൻ്റെ അയൽവാസി ആണെന്ന് പോലും ഈ രാജൻ അറിയില്ല. ജയിലിൽ നിന്നും ഇറങ്ങിയ അജിത്തിനെ മഞ്ജു രാജൻ്റെ മുമ്പിൽ എത്തിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇത് തൻ്റെ അകന്ന ബന്ധത്തിലെ അനിയനാണെന്നും അവന് ഒരു ജോലിയില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പണിസ്ഥലത്ത് എന്തേലും ജോലി കൊടുത്ത് അവനെയും കൂടെ കൂട്ടണമെന്നും ഒക്കെ മഞ്ജു രാജനോട് പറയുകയാണ്. അജിത്തിൻ്റെ പെരുമാറ്റവും വിനയവും ഒക്കെ ഇഷ്ടമായ രാജൻ സ്വന്തം അനിയനെ പോലെ തന്നെ അവനെ സ്നേഹിച്ച് ഒപ്പം കൂട്ടി. പിന്നീടാണ് ഇവരുടെ കളി മുഴുവൻ അരങ്ങേറുന്നത്. അജിത്ത് മിക്ക ദിവസവും രാജനെ കുടിപ്പിച്ച് പൂസാക്കി വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ വന്ന ശേഷവും രാജൻ ബോധം കെട്ട് ഉറങ്ങാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇയാളെ കുടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവർ തമ്മിൽ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോൾ മഞ്ജു അവരുടെ അഭിനയം പുറത്തിറക്കും. അജിത്തിന് ശക്തമായ ഭാഷയിൽ വഴക്ക് പറയും പോലെയൊക്കെ ഇവൾ അഭിനയിക്കും. രാത്രി രാജൻ ബോധം മറ്റും ഉറങ്ങിയ ശേഷം മഞ്ജു പിൻവാതിൽ തുറന്നു കൊടുത്ത് അജിത്തിൻ്റെ മുറിയിലേക്ക് കയറ്റും. ഇവരുടെ ഈ കള്ളത്തരങ്ങൾ ഒന്നും രാജനോ തങ്കമ്മയോ മക്കളോ കണ്ടിരുന്നില്ല. ഇതിങ്ങനെ വർഷങ്ങൾ കൊണ്ട് ആ വീട്ടിൽ നടന്നുകൊണ്ട് പോവുകയാണ് ഈ ഒരു അവിഹിതം. അങ്ങനെ ഇരിക്കെയാണ് മഞ്ജുവിന് ഇത് സ്ഥിരമാക്കിയാലോ എന്നൊരാലോചന തലയിൽ വരുന്നതും. അവളത് കാമുകനായ അജിത്തിനോടും പറഞ്ഞു. അപ്പോൾ അജിത്ത് പറഞ്ഞു, അതെങ്ങനെ നടക്കും? രാജൻ കുടിയനാണെങ്കിലും അയാൾ ആ വീട്ടിലുണ്ടല്ലോ, അതൊരു തടസ്സം തന്നെയാണ്. മഞ്ജു പറഞ്ഞു, ആ തടസ്സം അങ്ങ് ഇല്ലാതാക്കിയാൽ പോരെ. അജിത്തിന് ഒരു ഐഡിയയും കിട്ടിയില്ല. ആ ഐഡിയ മുഴുവൻ പിന്നെ മഞ്ജുവിൻ്റേതായിരുന്നു. ഇതിൽ മഞ്ജു ചിന്തിച്ചിരുന്നത് രാജന് 42 വയസ്സോളമായി, അജിത്തിനാണെങ്കിൽ 22 വയസ്സും. രാജനേക്കാളും ചെറുപ്പം. അധ്വാനിച്ച് കൊണ്ടുതരാനാണെങ്കിൽ മിടുക്കനാണ് ഈ അജിത്ത്. മാത്രവുമല്ല മക്കളോടും അയാൾക്ക് നല്ല സ്നേഹമാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ മുഴുകൂടി കാരണം രാജന് അധ്വാനിക്കാനൊന്നും പറ്റാതെ ആരോഗ്യമൊക്കെ ക്ഷയിക്കും. അപ്പോൾ ഈ ചെറുപ്പക്കാരനായ അജിത്തിനെയാണ് കൂടെ കൂട്ടുന്നതെങ്കിൽ ഇവരുടെ ജീവിതം ഭദ്രമാണ്. ഈ ഒരു കാട് കയറിയുള്ള ഭാവിയെപ്പറ്റിയുള്ള ചിന്തകളെല്ലാം മഞ്ജു പിന്നീട് ഈ കൊല ചെയ്യുന്നതിന് മുന്നേ താൻ ചിന്തിച്ചിരുന്നുവെന്ന് പോലീസിനോട് മുമ്പാകെ വെളിപ്പെടുത്തുകയാണ്. ഇതൊക്കെ കേട്ട് പോലീസ് വരെ ഞെട്ടിക്കാണും. അങ്ങനെ മഞ്ജുവിൻ്റെ പ്ലാൻ പ്രകാരം അന്ന് രാത്രി അവരത് ഫിക്സ് ചെയ്തു. ആ ദിവസം തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്. തങ്കമ്മ ബന്ധുക്കളുടെ കൂടെ 2 ദിവസത്തേക്ക് ഈ അമ്പല ദർശനത്തിനൊക്കെ പോയിരിക്കുകയാണ്. അന്ന് അല്പം മാത്രം കുടിച്ചുകൊണ്ടാണ് രാജൻ വീടെത്തുന്നത്. അജിത്ത് കുടിപ്പിച്ചില്ലെങ്കിൽ രാജൻ മിതമായ തോതിലേ മദ്യപിക്കാറുള്ളൂ. അജിത്ത് വലിയൊരു കുപ്പിയുമായിട്ട് അന്ന് രാത്രി രാജൻ്റെ വീട്ടിലെത്തി. 2 പേരും ചേർന്ന് മദ്യപിക്കാനിരുന്നു. അപ്പോഴും മഞ്ജു തൻ്റെ അഭിനയം നടത്തുകയാണ്, വഴക്ക് പറയുകയാണ് 2 പേരെയും, ഇങ്ങനെ കുടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. 2 പേരും മദ്യപിക്കാൻ ഇരുന്നെങ്കിലും അജിത്ത് വളരെ കുറച്ച് മാത്രമേ അന്ന് കുടിച്ചുള്ളൂ. അവൻ്റെ ലക്ഷ്യം രാജനെ കുടിപ്പിച്ച് ഉറക്കുക എന്നതായിരുന്നു. കുടിച്ച് രാജൻ അബോധാവസ്ഥയിലായി. അയാൾ നല്ല ഉറക്കത്തിലേക്ക് വീഴുകയാണ്. ഇത് തന്നെ പറ്റിയ സമയം മഞ്ജുവും അജിത്തും രാജനെ തങ്കമ്മയുടെ മുറിയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ട് കിടത്തി. അയാൾ സ്വന്തമായിട്ട് ചെയ്തുവെന്ന് കാണിക്കാനായിട്ട് അയാൾ ഉടുത്തിരുന്ന ഉടുമുണ്ട് തന്നെ അവർ ഊരിയെടുക്കുകയാണ്. അത് ചെയ്തത് മഞ്ജുവാണ്. എന്നിട്ട് 2 പേരും ചേർന്ന് രാജൻ്റെ കഴുത്തിൽ ഈ മുണ്ട് വെച്ച് മുറുക്കി വലിക്കുകയാണ്. ഈ സമയം രാജൻ ജീവന് വേണ്ടി പിടഞ്ഞു. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ആ മനുഷ്യനെ കഴുത്ത് മുറുക്കി കൊന്ന് ഫാനിലും തൂക്കി. ഇതൊക്കെ ഭംഗിയായിട്ട് അവസാനിപ്പിച്ച സന്തോഷത്തിൽ 2 പേരും ഇങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേന്ന് ഒന്നും അറിയാത്തതുപോലെ മഞ്ജു ഭർത്താവ് ഇങ്ങനെ കെട്ടിത്തൂങ്ങി നിൽക്കണമെന്നും പറഞ്ഞ് കരഞ്ഞ് തകർത്ത് അഭിനയിച്ചു. എന്നാൽ എല്ലാം കണ്ടുകൊണ്ട് ദൈവം വിളിച്ചുണർത്തിയ പോലെ ആ 11കാരൻ നിൽപ്പുണ്ടായിരുന്നുവെന്ന് അവരറിഞ്ഞില്ല. നാട്ടുകാരുടെയും പോലീസിൻ്റെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ നോക്കിയവർക്ക് ആ 2 കണ്ണുകളെ കാണാൻ കഴിഞ്ഞില്ല. 3 കുട്ടികൾ ഇപ്പോൾ അനാഥരായി. അച്ഛനെ കൊല്ലുന്നത് നേരിട്ട് കണ്ട ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ്.
ഈ ഒരു ക്രൂരമായ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.